ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതൊരു പെർമനൻറ്റ് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ എഫക്റ്റീവ് ആയിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിച്ചിട്ട് നമുക്കൊരു 15 ദിവസം വരെയെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മടി കൂടാണ്ട് നമുക്ക് ദിവസവും ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാനിവിടെ വലിയൊരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തത്. അതെന്തിനാണെന്ന് വെച്ചാൽ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര എടുത്താൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10-15 ദിവസത്തേക്ക് ഉപയോഗിക്കേണ്ട രീതിക്കുള്ള സ്റ്റാർച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വലിപ്പത്തിലുള്ളത് എടുത്തത്. അപ്പോൾ നിങ്ങളും അത്ര ദിവസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോൻ്റെ അളവും കൂട്ടിയെടുക്കണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ സ്റ്റാർച്ച് കിട്ടും. അപ്പോൾ ഈ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച്, ഈ പൊട്ടാറ്റോൻ്റെ വെള്ളം, ഇതെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നത്. അതായത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു കാര്യം, പൊട്ടാറ്റോ അലർജി ഉള്ള ചിലരുണ്ടാവും. അപ്പോൾ അവരിത് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം അവർക്ക് ചിലപ്പോൾ അലർജി ആയിട്ടുണ്ടെങ്കിൽ അവസാനം പറയും നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഉണ്ടാക്കിയിട്ട് ചൊറി വന്ന് എന്നൊക്കെ പറയും. അപ്പോൾ പൊട്ടാറ്റോ അലർജി ഉള്ളവർ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സ്റ്റാർച്ച് കിട്ടും. ഈ പൊട്ടാറ്റോൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കിത് അടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഇത് ഒഴിക്കാം. ഒരു തുണി ഉണ്ടെങ്കിൽ ആ തുണിയിൽ കൂടെ അരിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, കുറച്ച് അടുപ്പിച്ചിട്ടുള്ള അരിപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതി. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ സ്റ്റാർച്ച് കിട്ടൂ. അപ്പോഴും കിട്ടൂല. ഇതിങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഇത് അനക്കാണ്ട് ഈ ബൗളിൽ തന്നെ ഇങ്ങനെ വെക്കണം. ആ ഒരു സമയത്ത് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഊറി വരുന്ന അടിയിൽ ഇതിൻ്റെ സ്റ്റാർച്ച് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഇതൊന്ന് അനക്കാണ്ട് വെക്കാൻ പോവാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഇതിൻ്റെ വെള്ളവും സ്റ്റാർച്ചും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഈ സ്റ്റാർച്ച് എടുക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇത് നോക്കാം. ഏകദേശം ഇവിടെ ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞപ്പം കണ്ടോ, അതിൻ്റെ വെള്ളം വേറെ തന്നെയും അതിൻ്റെ സ്റ്റാർച്ച് വേറെ തന്നെയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. വെള്ളം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെല്ലാം വളരെ നല്ലതാണ് കേട്ടോ. പക്ഷെ അത് സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതെന്ത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല കട്ടിയിരിക്കുള്ള ഒരു സ്റ്റാർച്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഇത് നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റാർച്ച് ഉണ്ടല്ലോ, വളരെ കുറച്ച് സ്റ്റാർച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. 1 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ആൽമണ്ട് ഓയിൽ മാത്രമേ എടുക്കാൻ വേണ്ടി പറയും. കാരണം അതാണ് എനിക്ക് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കോക്കനട്ട് ഓയിൽ എന്നെല്ലാം പറഞ്ഞാൽ ഓരോരോ സ്കിൻ ടൈപ്പിന് അത് സൂട്ട് ആവണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ അലോവേര ജെല്ലിട്ടിട്ട് ഒരു സാധനം ബീറ്റ് ചെയ്യുന്ന സമയത്ത് അലോവേര ജെൽ ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കട്ടിയായി വരും. അപ്പോൾ നിങ്ങളുടെ ക്രീമിന് നിങ്ങൾക്ക് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം കട്ടിക്കുള്ള ക്രീമല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിത് ഈ ഒരു പരുവത്തിലുള്ളതാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക്, അതായത് ചെറിയൊരു എയർ കണ്ടെയ്നർ ബോട്ടിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ബോട്ടിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് കുറേ കാലം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ബോട്ടിൽ പുറത്ത് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് മാറാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് മുഖമെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം സാധാരണ നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങുന്ന ഫേസ് ക്രീം എങ്ങനെയാണോ യൂസ് ചെയ്യുക അതേപോലെ തേച്ചിട്ടൊന്ന് തുടച്ചാളിയാൽ അത് സ്കിൻ അങ്ങ് എബ്സോർബ് ചെയ്ത് പോയിക്കോളും. പിന്നീട് അത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാണ്, എത്ര ഇരുണ്ടവരും നിറം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ സ്കിൻ വൈറ്റനിങ് ക്രീമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പാണ് റിസൾട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.